ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ടാണ് കണ്ണൂർ നൈക്കേൻ്റെ ഷോറൂം വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞത്. അപ്പോൾ പിന്നെ തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ് കയറാണ്ട് നിൽക്കുക. അങ്ങനെ അവിടെയും കയറി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി നമ്മൾ മെല്ലെ തിരിച്ചു വന്നു. തിരിച്ചിട്ട് ബസ്സിലായിട്ട് പോയതും വന്നതും എല്ലാം. അപ്പോൾ അങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ട് ഇങ്ങനെ കളിച്ച് ചിരിച്ച് പോയെങ്കിലും വലിയൊരു പണി വാങ്ങിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ വാവേനെയും കൊണ്ട് നമ്മളിങ്ങനെ പോയി വീട്ടിലെത്തി നോക്കുമ്പോഴത്തേക്ക് അതാ മുട്ടൻ പണി. നമ്മൾ എടുത്ത് വെച്ച ഡ്രസ്സല്ലായിരുന്നു നമുക്കന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിറ്റേന്ന് രാവിലെ വീണ്ടും നമ്മൾ കെട്ടി ഒരുങ്ങി പോകുന്നതാണ് ഈ കാണുന്നത്. അന്ന് അച്ഛനും അമ്മക്കും തലശ്ശേരിയിൽ അമ്മമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മേനെ കാണാൻ പോകേണ്ടതുകൊണ്ട് നമ്മൾ ട്രെയിനിന് പോയി. രാവിലത്തെ വണ്ടിക്ക് വെച്ച് പിടിച്ചു വീണ്ടും ലുലുവിലേക്ക്. അപ്പോൾ അധികം ട്രെയിനിൽ പോയിട്ടില്ല. ട്രെയിന് കാണുന്നതിന് ഒക്കെ ഭയങ്കര ഒരു സന്തോഷമാണ്. പക്ഷേ ആ സന്തോഷം ട്രെയിനിൽ കയറിയാലില്ല കേട്ടോ. അവൾ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് എനിക്ക് തോന്നുന്നത് ഓട്ടോയിലായിരിക്കും. അത് കാറിൽ പോകുന്നത് പോലെ അവൾക്ക് അത്രയും വലിയ കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം അവൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോയിൽ കയറുന്ന സമയത്ത് മാത്രമാണ്. അങ്ങനെ കളിയും ചിരിയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലുലുവിൽ പോയി. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് വീണ്ടും മുട്ടൻ പണി. നമ്മൾ ഇന്നലെ എടുത്തു വെച്ച ഡ്രസ്സ് അത് വേറെ ആരോ അടിച്ചുകൊണ്ട് പോയതല്ല, വേറെ ആരോ വാങ്ങിക്കൊണ്ടുപോയി. പക്ഷെ മാനേജറും സ്റ്റാഫ്സും ഒക്കെ കൂടെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഡ്രസ്സ് ഞങ്ങൾ എന്തായാലും തരാം, പിന്നെ ഒരു ദിവസം വെയിറ്റ് ചെയ്താൽ മതിയെന്ന്. അങ്ങനെ ആ ഒരു സമാധാനത്തിൻ്റെ പുറത്ത് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും വണ്ടി കയറി. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.